സനു, നീ ഒരു കാര്യം അറിഞ്ഞോ? പറഞ്ഞിട്ടെ. നീ ചോദിച്ചല്ലോ എൻ്റെ ബാങ്ക് അക്കൗണ്ട് അയക്കടിയോ. നിനക്ക് എന്തിനാണ് ഞാൻ അയച്ചു തരണ്ടേ? അപ്പം ഞാനൊരു കാര്യം പറയാം. എനിക്ക് എത്ര രൂപ വരുന്നത് അതെന്നോട് ഞാൻ പറയാം. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം 1,25,699 രൂപ. മനസ്സിലായോ? 50,000 40,000 ഒന്നും അല്ല. ഇത് കേൾക്കും. എന്നിട്ട് ഇനി ഞങ്ങൾക്ക് എന്താ പറയുക, അറ്റാക്ക് വരരുത്. അയ്യോ ഞാൻ കുറച്ചാണെന്ന് പറഞ്ഞു, അപ്പോൾ ഇത്രയാണല്ലേ എന്ന്. ഈ ആരാ അവളെ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസൊക്കെ ചോദിക്കേ? ഈ ആരാ? ജഡ്ജി ആണോ ജി? ഇല്ല, എൻ്റെ ഓൻ പറഞ്ഞു. എൻ്റെ ഓനെന്ന് പറയാൻ പറ്റില്ല, അത് വേറെ വാക്കാം. അവൻ പറഞ്ഞു കൊയിലാണ്ടി വന്നിട്ട് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് നിന്നിട്ട് അവളെ ഞാൻ താലി കെട്ടി പോകുന്നതാണ്. എന്തിനാടോ? അതൊക്കെ പറ്റുന്ന പണി ചെയ്യാനൂപേ. വെല്ലുവിളിക്കലും അതൊന്നും. പക്ഷേ പോയി ശാരികാവിൽ അമ്പലം ഉണ്ടെന്നറിയാം. അവിടുത്തെ പ്രതിഷ്ഠ ഏതാണെന്ന് അറിയില്ലായിരുന്നു. അതെങ്കിലും ഒന്ന് അറിയണ്ടവനെ. ഈ ഒരു തൊട്ടിൽപ്പാലംകാരനല്ലേ? ഈ ഒരു നാദാപുരംകാരനല്ലേ? നാണം കെട്ടുപോയില്ലേ? അപ്പോൾ ഇനി പറയുമ്പോൾ ഈ മൂക്കിൻ്റെ അറ്റത്താണോ, ചെവിൻ്റെ അറ്റത്താണോ, കണ്ണിൻ്റെ അറ്റത്താണോ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം അനീപേ, കേട്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ നിയോഗാടി സനു. നീ ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ, കോഴിക്കോട് ജില്ലയിൽ വരണമെന്ന് ദൈവത്തിൻ്റെ നിയോഗം. നീ വന്നില്ലേ? നിന്നെക്കൊണ്ട് തുള്ളിക്കുന്നവരൊക്കെ തുള്ളിക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒറ്റയ്ക്കാണ് നീ അനുഭവിക്കുക. നീ ഓരോന്നോരോന്ന് ഒറ്റയ്ക്ക് അനുഭവിക്കുക. നീ ചെയ്തതിനൊക്കെ, നീ പറഞ്ഞതിനൊക്കെ മാപ്പ് വന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോടി. എത്ര പെൺകുട്ടികളെ നീ പറഞ്ഞു, എത്ര കുഞ്ഞുമക്കളെ നീ പറഞ്ഞു. അപ്പം നിനക്ക് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ അമ്മമാരുടെ ശാപം, ഓരോ കുഞ്ഞുമക്കളുടെ ശാപം, കണ്ണീരിൻ്റെ ശാപം നീ അനുഭവിക്കാതെ പോവില്ല സനു. മനസ്സിലായോ? നിൻ്റെ സ്പോൺസറും മറ്റുള്ളവരൊക്കെ കൈയൊഴിഞ്ഞില്ലേ? നീ മാത്രമല്ല ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അനുഭവിക്കണോടി, നീ അനുഭവിക്കണം. നീ അതുപോലെയാണ് ഓരോരുത്തരെയും വേദനിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ മോളെ, എന്നെ. അപ്പം മനസ്സിലായോ ദൈവം ഉണ്ടെന്ന്? ദൈവം പല രൂപത്തിലാണ് വരിക എന്നുള്ളത്.